എല്ലാവർക്കും നമസ്കാരം. IFPHന്റെ 2145 ദിവസത്തെ മലയാളം പരിപാടിയിലേക്ക് സ്വാഗതം. ആദരണീയ ഗായിക എസ് ജാനകിക്ക് ആദരാഞ്ജലി അർപ്പിച്ചുള്ള ഒരു പ്രത്യേക പരിപാടിയാണ്. ഈ പരിപാടിയിൽ ഈശ്വര പ്രാർത്ഥനയ്ക്കും സ്വാഗതത്തിനുമായി ഡോക്ടർ ശൈല ക്ഷണിക്കും. ഡോക്ടർ ശൈല, പ്ലീസ്. ലോകം മുഴുവൻ സുഖം പകരാനാ. ഈ പരിപാടിയിൽ പങ്കെടുക്കുന്ന എല്ലാവരെയും IFPHന്റെ പേരിൽ സ്വാഗതം ചെയ്യുന്നു. പ്രശസ്ത സംഗീതത്തിനും പാലക്കാട് ചിറ്റൂർ ഗവൺമെന്റ് കോളേജിലെ മ്യൂസിക് പ്രൊഫസറുമായിരുന്ന ശശീന്ദ്രൻ സാറിനെ സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം ശ്രീ ആലപ്പി ഋഷികേശ്, ശ്രീ അബ്ദുൽ ഗഫൂർ സാർ, ശ്രീ ബിജു പെരുമ്പഴ സാർ, ശ്രീ ഡോക്ടർ ഗോപകുമാർ, ഡോക്ടർ വിനീത, ഡോക്ടർ ലീല, ശ്രീ ഹാഷിർ അലി, മിസ് മറിയം ഹാഷിർ, ഡോക്ടർ സുനിൽകുമാർ, അതോടൊപ്പം തന്നെ ഈ പരിപാടിക്ക് കൃതജ്ഞതയുള്ള ഷാലുരാജൻ, ഈ പരിപാടി പങ്കെടുക്കുന്ന എല്ലാവർക്കും IFPHന്റെ പേരിൽ സ്വാഗതം ആശംസിക്കുന്നു. പരിപാടി ഉദ്ഘാടനത്തിലേക്കായിട്ട് ആദരണീയനായ ശശീന്ദ്രൻ സാറിനെ ക്ഷണിക്കും. സാർ, പ്ലീസ് അൺമ്യൂട്ട് ചെയ്യാമോ സാർ? ഓക്കെ ആണോ? ഓക്കെ ആണ്. ഓക്കെ സാർ, കാണാൻ കേൾക്കാം. ഓക്കെ സാർ. എല്ലാവർക്കും നമസ്കാരം. ഈ തികച്ചും അർത്ഥവത്തായ ഒരു പരിപാടിയാണ് നമ്മൾ ഇന്ന് അവതരിപ്പിക്കുന്നത്. സംഗീതം എന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് ഓർമ്മ വരുന്ന അപൂർവം ചില വ്യക്തികളാണ്. അവരിലൊരാളാണ് ശ്രീമതി എസ് ജാനകി. സംഗീതത്തിന്റെ തന്നെ ഒരു ആൾരൂപമാണ് അവരെന്ന് പറയേണ്ടിയിരിക്കുന്നു. സംഗീതമേ പഠിക്കാതെ വന്നിട്ട് ഇത്രയും പഠിച്ചവരെക്കാൾ ഭംഗിയായിട്ട് പാടുന്ന ഒരു സംഗീതജ്ഞയാണ് അവർ. അത് മലയാളത്തിലായാലും ശരി, ഏത് ഭാഷയിലായാലും ശരി, ഒരു ഇന്ത്യൻ സംഗീതത്തിൽ എപ്പോഴും മുന്നിട്ട് നിൽക്കുന്ന അല്ലെങ്കിൽ നമ്മൾ കേൾക്കുന്ന ഒരു പേരാണ് ശ്രീമതി എസ് ജാനകി. പല സമയത്തും പ്രത്യേകിച്ചും ഈ റെക്കോർഡിങ് സമയത്തൊക്കെ എനിക്ക് അവരെ നേരിട്ട് കാണാനും, അത് മാത്രമല്ല എനിക്ക് അവരോട് കൂടെ ചേർന്ന് ഒരു യുഗ്മഗാനം പാടാനുള്ള അവസരം ഉണ്ടായിട്ടുണ്ട്. അത് ഏതാണ്ട് 1973-74 കാലഘട്ടത്തിലാണെന്ന് തോന്നുന്നു. അത് പെട്ടെന്ന് പിന്നെ ഒരു അവസരം ഉണ്ടായതാണ്. കല്യാണ സൗഗന്ധ്യം എന്നും പറഞ്ഞൊരു ഫിലിം അന്ന് പ്രൊഡ്യൂസ് ചെയ്തത് പി ഭാസ്കർ മാഷ പടമാണ്, പുകഴേന്തി സംഗീതം. ഇപ്പൊ ഞാനന്ന് മദ്രാസിലുണ്ടായിരുന്നു. ആ സമയത്താണ് പെട്ടെന്ന് ഇങ്ങനെ ഒരു അവസരം വന്നത്. സത്യം പറഞ്ഞാൽ അത് അറിഞ്ഞുടനെ തന്നെ എനിക്ക് സത്യം പറഞ്ഞാൽ സന്തോഷത്തെക്കാൾ ഒരു എൻ്റെ ഒരു ഫീലിംഗ് ഉണ്ടായെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു എന്താ പറയാ, ഇത്രയും വലിയൊരു ഗായികയുടെ കൂടെ പാടുന്ന എങ്ങനെ പാടും എന്നുള്ളൊരു ഒരു സംഘർഷം മനസ്സിലുണ്ടായിരുന്നു. എങ്കിലും പാടാതിരിക്കാൻ പറ്റില്ല. അപ്പൊ അങ്ങനെ വാഗൻ സ്റ്റുഡിയോയിൽ വെച്ചിട്ടാണ് പാടുന്നത്. പാട്ട് റിഹേഴ്സലൊക്കെ കഴിഞ്ഞു, അവരും അടുത്തിരിപ്പുണ്ട്. റെക്കോർഡിംഗ് റൂമിലേക്ക് കയറിയപ്പോഴേക്കും ഞാൻ ആകെപ്പാടെ വിയർത്തു. കാരണം ഇത്രയും വലിയൊരു ഗായികയുടെ അടുത്ത് എങ്ങനെ പാടുന്നു എന്നുള്ളത് എനിക്ക് മനസ്സിൽ വല്ലാത്ത ഒരു സംഘർഷത്തിലേക്ക് വന്നപ്പോൾ അവർ എൻ്റെ മുഖത്ത് നോക്കി അത് മനസ്സിലാക്കി. വളരെ സൗഹൃദപൂർവ്വം എന്നിട്ട് ഒന്നും പേടിക്കണ്ട എന്ന് പറഞ്ഞിട്ട് ഫ്ലാസ്ക് തുറന്ന് കുറെ കാപ്പിയൊക്കെ എടുത്തു തന്ന്. അപ്പൊ അങ്ങനെ പാടി അത് ഒപ്പിച്ചു എന്ന് പറഞ്ഞാൽ മതി. അതിന്റെ വരികൾ തുടങ്ങുന്നത് ഇങ്ങനെയാണ്. ഇപ്പോഴും യൂട്യൂബിൽ അത് കിട്ടും. ചന്ദനമുകിലിൻ ചെവിയിൽ ചന്ദ്രലേഖ ചോദിച്ചു എന്നാണ് അത് പാട്ടിന്റെ ആദ്യ ഒരു. ഞാൻ ചെറുതായിട്ട് എൻ്റെ തുടക്കം ഒന്ന് പാടാം. ചന്ദനമുകിലിൻ ചെവിയിൽ ചന്ദ്രലേഖ ചോദിച്ചു, മയങ്ങി മയങ്ങി ഒന്നു കിടന്നോട്ടെ നിന്റെ മണിമാർത്തടത്തിൽ ഞാൻ, നിന്റെ മണിമാർത്തടത്തിൽ ഞാൻ. ഇതാണ് പാട്ടിന്റെ തുടക്കം, പല്ലവി എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെ പിന്നെ ജാനകിയെ കുറിച്ച് ആദ്യം നമ്മൾ പേര് കേൾക്കുമ്പോൾ തന്നെ ഓർമ്മയിൽ വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പാട്ടെന്ന് പറയുന്നത് കൊഞ്ചം ചിലങ്ക എന്ന് പറയുന്ന തമിഴ് പടത്തില് ശ്രീ MS സുബ്ബയ്യ നായിഡു സംഗീതം നൽകിയ ശിങ്കാരവേലനയുള്ള പാട്ടാണ്.
ആ സമയത്തൊക്കെ റെക്കോർഡിങ്ങിന്റെ ഒക്കെ ഇന്നത്തെ പോലുള്ള സോഫിസ്റ്റിക്കേഷൻ ഒന്നുമില്ല. അന്ന് ഇങ്ങനെ ഒരു പാട്ട് പാടുന്നതിന് അത് കാരക്കുടി അരുണാചലം എന്ന് പറയുന്ന ഒരു നാദസ്വര വിദ്വാനാണ് ഈ പിന്നെ നാദസ്വരവും പാട്ടും ഇത് രണ്ടും കൂടിയുള്ള മിക്സിംഗ് ആണ്. അപ്പൊ ഇവര് പിന്നെ പലരെ പാട്ടുകാരെയും അന്വേഷിച്ചെങ്കിലും ആർക്കും അത് പാട്ട് കേട്ടപ്പോൾ പാടാനുള്ള ബുദ്ധിമുട്ട് അറിയിക്കുകയും, എന്നാൽ നമ്മുടെ പീലിയിലാണ് പറഞ്ഞു ഈ പിന്നെ എസ് ജാനി എന്നൊരു കുട്ടിയുണ്ട്, വന്നിട്ടുണ്ട്, ആ കുട്ടിയുടെ ശബ്ദം ഇതുമായിട്ട് ചേരുള്ളൂ, അതുകൊണ്ട് ആ കുട്ടി വിളിച്ചു പാടിക്കൂ എന്ന് പറയുകയും അങ്ങനെയാണ് അവര് പിന്നെ എസ് ജാനിക്ക് ആ പാട്ട് ചിങ്കാരവേലനേവാ എല്ലാവരും കേട്ടിട്ടുണ്ടാവും. തമിഴ് സോങ് ആണെങ്കിലും ഇത് കേൾക്കാത്ത, പ്രത്യേകിച്ച് ഈ TV ഷോകളിലൊക്കെ കുട്ടികൾ മത്സരത്തിന് പാടുന്ന ഒരു പാട്ടാണ്. പലപ്പോഴും പാടി കേൾക്കാറുണ്ട്. മലയാളത്തിൽ എത്രയോ പാട്ടുകൾ ഉണരുണരൂ ഉണ്ണിപ്പൂവേ, ഈ ഒരു പാട്ട് ബാബുരാജ് സംഗീതം നൽകിയതാണ്. പിന്നെ എത്രയോ അത് ചിന്തിക്കുമ്പോൾ നമുക്ക് പ്രത്യേകിച്ചൊന്നും ഒരു പാട്ടായിട്ട് എടുത്ത് പറയാൻ കഴിയില്ല. അതുപോലെ കേശാദിപാദം തൊഴുന്നേ, ഇത് എല്ലാ ക്ഷേത്രങ്ങളും മിക്കവാറും രാവിലെ ഇത് വിളിച്ച് കേൾക്കാറുണ്ട്. അതുപോലെ തന്നെ പിന്നെ അടുത്ത സമയത്ത് കുറച്ച് പാട്ടുകൾ അവർ പാടി, ഈ മരണത്തിന് ശേഷം അത് പല പാട്ടുകളും നമുക്ക് കേൾക്കാനിടയായി. അതെല്ലാം വിസ്മൃതിയിലാണ്ടുപോയി എന്ന് വേണമെങ്കിൽ പറയാവുന്ന തരത്തിലാണ്. എങ്കിലും നമുക്ക് അത് ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഒരു ഗായികയാണ്. അവരുടെ ആ പാട്ടുകളെ കുറിച്ച് എന്താ പറയുക, പ്രത്യേകിച്ച് ഒന്നും നമുക്ക് പറയാനില്ല. മറ്റുള്ള പി ലീലയായാലും ശരി, പി സുശീലയായാലും ശരി, ഇവരെയൊക്കെ പിന്നെ ഒട്ടും മോശം, ഇതിലേക്കാളൊക്കെ കുറച്ചുകൂടി മെച്ചമാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആണെന്ന് തന്നെ പറയേണ്ടി വരും. അത്രയ്ക്കും സംഗീതം അറിയാൻ വയ്യാത്ത ഒരു പാട്ടുകാരി ഇത്രയും നന്നായി പാടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ശ്രീകുമാരൻ തമ്പി സാറ് പറഞ്ഞ പോലെ ഒരു സംഗീതത്തിന്റെ തന്നെ ഒരു സംഗീത ദേവതയുടെ ഒരു ജനനം എന്ന് തന്നെ വേണമെങ്കിൽ നമുക്ക് പറയാവുന്ന രീതിയിൽ. ഞാൻ പെട്ടെന്ന് മറ്റു പാട്ടുകളൊന്നും എടുത്ത് പറയാൻ സാധിക്കുന്നില്ല. കാരണം മറവിയുണ്ട്, പ്രായമായതുകൊണ്ടായിരിക്കാം. ഒരുപാട് പാട്ടുകൾ, എൻ പ്രാണനായകനെ എന്തു വിളിക്കും, ഇങ്ങനെ ഒരുപാട് പാട്ടുകളുണ്ട്. അപ്പൊ അവരുടെ ആ ഓർമ്മയ്ക്ക് മുമ്പിൽ നമസ്കരിച്ചുകൊണ്ട് ഇങ്ങനെ പരിപാടി സംഘടിപ്പിച്ച നമ്മുടെ നമ്മുടെ സംഘടനയ്ക്കും പ്രത്യേകിച്ച് ഞാൻ നന്ദി പറയുന്നു. അവരുടെ ആത്മാവിന് നിത്യശാന്തി നേരുന്നു. താങ്ക് യു. വളരെ നന്ദി സാറ്. അങ്ങയുടെ മനോഹരമായ ശബ്ദം ഒന്നുകൂടി കേൾക്കാൻ പറ്റി. മാത്രമല്ല ഇത്രയും വലിയൊരു ഗായികയോടൊപ്പം പങ്കെടുത്തതിന് അനുഭവങ്ങൾ പങ്കുവച്ചതോടെ നമ്മുടെ പരിപാടി 100% സാർത്ഥകമായി. വളരെ സന്തോഷം. ഈ പരിപാടിയിൽ തുടരാൻ കഴിയുമ്പോൾ തുടരുക. അടുത്തതായിട്ട് ആലപ്പുഴ സാറിനെ ക്ഷണിക്കുന്നു. സാർ പ്ലീസ് അൺമ്യൂട്ട് ചെയ്യാമോ സാറേ? അൺമ്യൂട്ട് ചെയ്യണേ സാറേ. താഴെ ഒരു മൈക്ക് സിമ്പൽ ഉണ്ട്, തൊട്ടാൽ മതി. ഓക്കെ ഇപ്പൊ കാണാമോ? കാണാം, കേൾക്കാം. ഓക്കെ സാർ. എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഇതിനു മുമ്പും പലതവണ ഈ പരിപാടിയിൽ പങ്കെടുത്തിട്ടുണ്ട്. ഒന്ന് നോക്കട്ടെ. ഇപ്പൊ കുഴപ്പമില്ല. അപ്പൊ എന്തായാലും വളരെ ഇന്ന് എസ് ജാനകി അമ്മയെ തന്നെ ഓർക്കാൻ അവസരമുണ്ടാക്കിയതിൽ സംഘടനയോട് അങ്ങേയറ്റം ബഹുമാനം തോന്നി. കാരണം മലയാളികളുടെ മനസ്സിൽ ഇത്രത്തോളം കയറിയിട്ടുള്ള ഗായിക ഉണ്ടെന്ന് ചോദിച്ചാൽ ഇല്ലെന്ന് തന്നെ പറയാം. ഇപ്പൊ നമ്മുടെ ഉദ്ഘാടകൻ പറഞ്ഞതുപോലെ സംഗീതം പഠിച്ചിട്ടില്ല, പക്ഷെ അതൊരു കുറവല്ല. സംഗീതം പഠിക്കുക എന്നുള്ളതിനേക്കാൾ ഉപരി നമ്മുടെ ബ്ലഡിൽ ഉണ്ടാവുക എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കിയെടുത്തോളം. പല ഗായകരും പഠിച്ചിട്ട് വന്നിട്ട് വളരെ വിഷമിക്കുന്ന ഞാൻ കണ്ടു. റെക്കോർഡിംഗ് സ്റ്റുഡിയോയിലിരുന്ന് വളരെ വിഷമിക്കുന്ന കണ്ടിട്ടുണ്ട്. എന്നാൽ ഒന്നും പഠിക്കാതെ വന്ന് ഗംഭീരമായി പാടിപ്പോകുന്ന ഒരുപാട് പേരെ എനിക്കറിയാം. അപ്പൊ എന്തായാലും എസ് ജാനകി അമ്മയെ പോലൊരു ഗായിക എന്ന് ഓർക്കാൻ ശ്രമിച്ചതിൽ അങ്ങേയറ്റം സന്തോഷമുണ്ട്. എനിക്ക് തോന്നുന്നു ഈ നമ്മുടെ ലതാ മങ്കേഷ്കർ ഒരിക്കൽ പറഞ്ഞു,
നമുക്ക് എനിക്ക് അടുത്തൊരു ജന്മമുണ്ടെങ്കിൽ എസ് ജാനകിയുടെ തൊണ്ട എനിക്കിങ്ങോട്ട് കിട്ടണമെന്നാണ്. അപ്പൊ ഒന്ന് ആരോ ചോദിക്കേ, ലതാ മങ്കേഷ്കറിനെ പോലൊരു ഗായിക, എസ് ജാനകിയെ പോലൊരു ഗായികയുടെ തൊണ്ട എനിക്ക് കിട്ടണമെന്ന് ആഗ്രഹിക്കുന്നെങ്കിൽ എത്രത്തോളം മഹത്വമായിരിക്കും എസ് ജാനകിയുടെ ശബ്ദം നമ്മൾ ഓർത്തു നോക്കുക. അതുപോലെ പല പഴയ സംഗീത സംവിധായകർ പലരും പറഞ്ഞ് എനിക്കറിയാം, അവര് തെലുങ്കത്തി ആണെങ്കിൽ പോലും മലയാള അക്ഷരങ്ങള് വളരെ കൃത്യതയോടെ, അതായത് ഇന്ന് ശ്രേയ ഘോഷൽ പാടുന്ന പോലെയാണ്. അപ്പൊ യഥാർത്ഥത്തിൽ നമ്മുടെ മലയാളികൾ പാടുന്നതിനേക്കാൾ വളരെ രസകരമായും ശുദ്ധമായും മലയാളം ഉച്ചരിക്കുന്ന, അതാണ് ഏറ്റവും വലിയ വിഷയം. ഇപ്പോ നമ്മുടെ ഇവിടെ തന്നെ ദാസേട്ടനാണ് ഏറ്റവും വലിയ ഇത് പറയുന്ന ആളെങ്കിൽ പോലും പുള്ളി തന്നെ പല വാക്കുകളിലും സംഗീത വിഷയമാണെന്ന് പറഞ്ഞ് രാവരന്റെ അടുത്ത് റായാക്കിയിട്ടുണ്ട്. പക്ഷെ എസ് ജാനകിയെ പോലുള്ള ഒരു ഗായിക നിർബന്ധമായും ഞാനിത് പാടുമ്പോൾ എനിക്ക് ഇതിനകത്തുനിന്ന് ഒരു തെറ്റും വന്നുകൂടാ എന്ന് വളരെ ആഗ്രഹിച്ചിട്ടുള്ള ഗായികയാണ്. പിന്നെ ആദ്യകാലത്ത് ഇവിടെ ദേവരായ മാഷോട്ടൊന്ന് പിണങ്ങിയത് വേണം, അല്ലെങ്കിൽ എത്രയോ നല്ല ഗാനങ്ങൾ ദേവരായ മാഷയുടെ കയ്യിൽ നിന്ന് ഉണ്ടാകുമായിരുന്നു. പിന്നെ അന്ന് മാധുരിയൊക്കെ വന്നപ്പോൾ ദേവരായ മാഷ് ആ രീതിയിൽ അങ്ങോട്ട് മാറിയത് കൊണ്ടാണ്. അല്ലെങ്കിൽ നമുക്ക് ഒരുപാട് നമ്മൾ ഈ മലയാള സിനിമാ ഗാനങ്ങളിൽ തന്നെ നമ്മൾ പ്രതീക്ഷിക്കുന്നതിൽ ഒരുപാട് അപ്പുറത്ത് നമുക്ക് വളരെ നല്ല ഗാനങ്ങൾ കിട്ടാൻ സാധ്യതയുണ്ടായിരുന്നു. പക്ഷെ അതൊക്കെ നമുക്ക് നഷ്ടമായിപ്പോയി. എസ് ജാനകിയെ പോലൊരു ഗായികയെ കൊണ്ട് ദേവരായ മാഷ് പാടിച്ചിരുന്നെങ്കിൽ ഒരുപാട് നമ്മൾ ഇപ്പൊ പാടിയിട്ടുള്ളതിനേക്കാൾ പ്രതീക്ഷയ്ക്ക് അപ്പുറത്ത് ഒരുപാട് നല്ല ഗാനങ്ങൾ നമുക്ക് കിട്ടുമായിരുന്നു. മലയാള ഗാനങ്ങളിൽ എനിക്ക് തോന്നുന്നു അത് തന്നെയല്ല, ഒരു 50,000 നമുക്ക് ലോക അത്ഭുതമാണ്. 50,000 പാട്ട് ഒരു തൊണ്ടയിൽ നിന്ന് വരിക എന്ന് പറയുന്നത് 50,000-ലധികം പാട്ടുകൾ പാടിയിട്ടുണ്ടെന്നാണ് കണക്ക് പറയുന്നത്. ഞാന് ഇവിടെ നമ്മൾ ഓരോ ഗായകരെടുത്ത് നോക്കുമ്പോൾ ദാസേട്ടൻ തന്നെ അത്ര പാടിയിട്ടില്ല. എസ് ജാനകി ഈ ഇന്ത്യയിലുള്ള മിക്കവാറും എല്ലാ ഭാഷയിലും പാടിയിട്ടുണ്ട്. പാടിയതൊക്കെ എല്ലാം ഹിറ്റ് സോങ്സും ആയിരുന്നു. അപ്പോൾ നമുക്ക് ജീവിതത്തിൽ നമുക്കൊരു തീരാ നഷ്ടമാണ് ജാനകിയമ്മ പോയത്. ഇവിടുത്തെ ഇപ്പൊ ചിത്രയെ പോലുള്ള, അല്ലെങ്കിൽ ഇവിടുത്തെ എല്ലാ ഗായികമാരും ഈ പ്രാർത്ഥനയോടെ കാണുന്ന, ദൈവത്തെ പോലെ കാണുന്ന ഒരാളാണ് എസ് ജാനകിയമ്മ. അപ്പൊ ഇനി ഒരുപാട് പേര് നമുക്ക് പ്രസംഗിക്കാനൊക്കെ ഉള്ളത് കൊണ്ട് ഞാൻ അമ്മയുടെ ഒരു പഴയ പാട്ട് ഞാനൊന്ന് ഞാനിപ്പോ എന്റെ തൊണ്ടയൊക്കെ അടച്ചിരിക്കുകയാണെങ്കിൽ പോലും അമ്മയെ പറ്റി നിങ്ങൾ ഇത്രയും പേര് ഓർക്കുമ്പോൾ ഒരു പാട്ട് പാടുക എന്നുള്ളത് എന്റെയും കൂടെ ആവശ്യമാണ്. ഒരു കൊച്ചു സ്വപ്നത്തിൻ ചിറകുമായവിടുത്തെ അരികിൽ ഞാനിപ്പോൾ വന്നെങ്കിൽ, ഒരു കൊച്ചു സ്വപ്നത്തിൻ ചിറകുമായവിടുത്തെ അരികിൽ ഞാനിപ്പോൾ വന്നെങ്കിൽ, ഒരു നോക്കു കാണാൻ, ഒരു വാക്കു കേൾക്കാൻ, ഒരുമിച്ചാ ദുഃഖത്തിൽ പങ്കുചേരാൻ, ഒരു കൊച്ചു സ്വപ്നത്തിൻ ചിറകുമായവിടുത്തെ അരികിൽ ഞാനിപ്പോൾ വന്നെങ്കിൽ, പട്ടുപോലുള്ളോരാ പാദങ്ങൾ രണ്ടിലും കെട്ടിപ്പിടിച്ചൊന്ന് പൊട്ടിക്കരയാ, പട്ടുപോലുള്ളൊരാ പാദങ്ങൾ രണ്ടും കെട്ടിപ്പിടിച്ചൊന്ന് പൊട്ടിക്കരയാൻ, മുറിവേറ്റു നീറുന്ന പിരിമാറിലെന്റെ വിരലിൽ തഴുകി വെണ്ണ പുരട്ടാൻ, ഒരു കൊച്ചു സ്വപ്നത്തിൻ ചിറകുമായവിടുത്തെ അരികിൽ ഞാനിപ്പോൾ വന്നെങ്കിൽ. അപ്പൊ ഇന്നിവിടെ പങ്കെടുക്കാൻ കഴിഞ്ഞതിലും നിങ്ങളോട് സംവദിക്കാൻ കഴിഞ്ഞതിലുള്ള സന്തോഷം അറിയിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം. വളരെ മനോഹരമായിട്ട് അങ്ങ് പാടി. ശബ്ദം താങ്ക് യു. എന്ന് പറയുമ്പോ ഇതാണെങ്കിൽ ശബ്ദം ശരിയാകും എന്തായിരിക്കും വളരെ മനോഹരം സാർ, വളരെ നന്ദി പാടിയതിന്. അടുത്തായിട്ട് ശ്രീ ബിജു പെരുമ്പുഴ സാർ അഡ്മിറ്റ് ചെയ്യാമോ?
നമസ്കാരം സാർ, കേൾക്കാമോ സാർ? കേൾക്കാം സാർ, കേൾക്കാം. ഓക്കെ. ഇപ്പോൾ നമ്മുടെ ശശിധരൻ സാറിന്റെ ഒരു അനുസ്മരണവും അനുഭവങ്ങളും അദ്ദേഹത്തിന്റെ പാട്ടും, അദ്ദേഹം എന്നും നന്നായിട്ട് പാടുന്ന, കഴിഞ്ഞ തവണയും ഞാനത് കേട്ടതാണ്. അപ്പൊ ഇന്ന് ആലപ്പുഴ ഋഷികേശ് സാറിന്റെ പാട്ടും ഇപ്പൊ മനോജ് സാർ പറഞ്ഞതുപോലെ ശബ്ദം ശരിയല്ലാതിരിക്കുമ്പോൾ ഇത്രയും നന്നായിട്ട് പാടുന്നു, അതും പഴയൊരു പാട്ട്. കുറെ നല്ല ശബ്ദം ആവുമ്പോൾ എങ്ങനെ ഇരിക്കും എന്നുള്ള എനിക്ക് സാറിനോടുള്ള ഒരു ബഹുമാനം ഞാൻ അറിയിക്കുകയാണ്. അദ്ദേഹത്തെ ഞങ്ങൾ നേരിട്ട് പരിചയമില്ലെങ്കിലും ഋഷികേശ് സാറിന് എൻ്റെ ബഹുമാനം അറിയിക്കുന്നു, അത്രയും മനോഹരമായിട്ട് പാടിയത്. അപ്പൊ ഇവിടെ നമ്മളിപ്പോ ഏകദേശം 2 മാസം മുമ്പാണ് ഇതേ പ്ലാറ്റ്ഫോമിൽ നമ്മൾ ഇന്ത്യൻ സംഗീതത്തിന്റെ ഒരു ഇതിഹാസം എന്ന് പറയാവുന്ന ആശാ ഭോൺസ്ലെ നമ്മൾ ഓർത്തത്. ഇന്നിപ്പോ നമ്മൾ ഒരാഴ്ച മുമ്പ് നമ്മളെ വിട്ടുവരുന്ന മറ്റൊരു സംഗീത ഇതിഹാസമാണ് നമ്മൾ ഇന്നിവിടെ ഓർക്കുന്നത്, എസ് ജാനകി. മരണം അനിവാര്യം തന്നെയാണ്, ഈ ലോകത്ത് മരണം അനിവാര്യം തന്നെയാണ്. പക്ഷെ ചില മരണങ്ങൾ, എപ്പോഴും പറയുന്ന പോലെ, ചില മരണങ്ങൾ നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയില്ല. ഇനി അത് കാലവും പ്രകൃതിയും ഒക്കെ എത്ര നിർബന്ധിച്ചാലും ആ മരണങ്ങൾ നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയാത്തതാണ്. അപ്പൊ അങ്ങനെ അത്തരമുള്ള ഒരു മരണമാണ് എസ് ജാനകിയുടെ മരണം നമുക്ക് അനുഭവപ്പെടുന്നത്. മിക്ക ഇന്ത്യൻ ഭാഷകളിലും ജാനകി പാടിയിട്ടുണ്ട്, ഏകദേശം 17 ഭാഷകളിൽ പാടിയിട്ടുണ്ടെങ്കിലും മലയാള സിനിമയാണ് എസ് ജാനകി എന്ന ഗായികയുടെ ശബ്ദത്തിന്റെ അപാരമായ റേഞ്ച് ഏറ്റവും വിദഗ്ധമായി പ്രയോജനപ്പെടുത്തിയിട്ടുള്ളതെന്നാണ് എനിക്ക് തോന്നുന്നത്, അല്ലെങ്കിൽ നമുക്കത് ഉറപ്പാക്കാവുന്നത്. കാരണം പ്രിയ ഗായികയെ മൈക്കിന് മുന്നിൽ ചിറക് വിരിച്ച് പറക്കാൻ വിടുന്നു എന്ന് പറയുന്ന പോലെയായിരുന്നു മെലഡികളുടെ രാജാവായ ബാബുരാജ് ജാനകി ഉപയോഗപ്പെടുത്തിയത്. ഇപ്പം സംഗീത സംവിധായകൻ, ഹിന്ദി സംഗീത സംവിധായകൻ മൻമോഹന് ലതാ മങ്കേഷ്കർ എന്ന പോലെ, നൌഷാദിന് മുഹമ്മദ് റാഫി എന്ന പോലെ തൻ്റെ സ്വന്തം സംഗീത ഭൂമികയിലെ ഒരു സജീവ സാന്നിധ്യമായിരുന്നു ബാബുരാജിന് എസ് ജാനകി എന്ന ഗായികയും ആ ഗായികയുടെ ശബ്ദവും. ഓരോ ഹിന്ദുസ്ഥാനി രാഗത്തിൽ നിന്നും പ്രിയ ഗായികയ്ക്ക് പാടാൻ ബാബുരാജ് അതിമനോഹരങ്ങളായ ഗാനങ്ങൾ നമുക്ക് വേണ്ടി തന്നിട്ടുണ്ട്. അല്ല, ചില ഉദാഹരണങ്ങൾ മാത്രം പറയാതെ നമുക്ക് പോകാൻ പറ്റില്ല എന്നുള്ളതാണ്. രാഗം പഹാഡി രാഗത്തില് അവിടുന്നൻ ഗാനം കേൾക്കാൻ ചെവിയോർത്തിട്ടരികിലിരിക്കേ, അതുപോലെ രാഗേശ്രീ എന്ന രാഗത്തിലാണ് താനേ തിരിഞ്ഞും മറിഞ്ഞും തൻ താമരമെത്തയിലുരുണ്ടും. ബീംബ്ലാസ് എന്ന രാഗത്തിലാണ് താമരക്കൊമ്പിളല്ലോ മമ ഹൃദയം അതിൽ. അതുപോലെ നമുക്ക് കുറെ അറിയാവുന്ന, അല്ലെങ്കിൽ നമുക്ക് കുറച്ചും കൂടെ പരിചിതമായ യമൻ കല്യാൺ എന്ന രാഗത്തിലാണ് തളിരിട്ട കിനാക്കൾ തൻ താമരമാല വാങ്ങാൻ. അപ്പൊ ഇത് ഒരുപാടുണ്ട്. ഇതുപോലെ ഒരു 3-4 ഞാൻ എടുത്തുന്നേ ഉള്ളൂ. അങ്ങനെ ഒരുപാട്. അപ്പൊ ഇതെല്ലാം തന്നെ ഭാസ്കരൻ മാസ്റ്റർ എഴുതിയ ഗാനങ്ങളാണ്. ഭാസ്കരൻ മാസ്റ്റർ രചന പി ഭാസ്കരൻ, സംഗീതം MS ബാബുരാജ്, ആലാപനം എസ് ജാനകി എന്നൊരു ഒരു മനോഹരമായ ഒരുപാട് ഗാനങ്ങൾ നമുക്ക് ഈ ഒരു കൂട്ടായ്മ തന്നിട്ടുണ്ട്. പക്ഷെ രാഘവൻ മാസ്റ്റർ അതേ സമയത്ത് തന്നെ എസ് ജാനകിയുടെ ആ ശബ്ദത്തിന്റെ ഒരു ഫോക്ക് അംശമാണ്, ഒരു നാടൻ ശീലിന്റെ അല്ലെങ്കിൽ ഫോക്ക് അംശമാണ് രാഘവൻ മാസ്റ്റർ ഉപയോഗിച്ചത്, സ്വന്തം ഗാനങ്ങളിൽ പ്രയോജനപ്പെടുത്തിയത്. ഇപ്പം ശശിധരൻ സാർ ഇവിടെ പറഞ്ഞു, ഉണരുണരൂ അതുകൊണ്ട് മഞ്ഞണി പൂനിലാവ് പേരാറ്റിൻ കടവിങ്കൽ ഉത്രട്ടാതിയിലുച്ച തിരിഞ്ഞപ്പോൾ. അപ്പൊ അതൊക്കെ ആ ഫോക്കും ആ ഒരു കുസൃതി നിറഞ്ഞ ഒരു ശബ്ദമാണ് രാഘവൻ മാസ്റ്റർ തന്റെ അത്തരം ഗാനങ്ങളിൽ ഉപയോഗിച്ചിരിക്കുന്നത്. ഇപ്പൊ മാസ്റ്റർ തന്നെ ഈണത്തില് കൊടുങ്ങല്ലൂരമ്മ എന്ന ചിത്രത്തില് ഭദ്രദീപം കരിന്തിരി കത്തി എന്ന ഗാനത്തിന് എസ് ജാനകി എന്ന ഗായിക പകർന്നു നൽകിയിട്ടുള്ള ഒരു വിഷാദ ഭാവം മറികടക്കാൻ അധികം പാട്ടുകൾ മലയാളത്തിൽ ഇല്ല എന്ന് നമുക്ക് പറയാം. കാരണം അത്രമാത്രം വിഷാദ ഭാവത്തിലാണ് എസ് ജാനകി ആ ഗാനം നമുക്ക് തന്നിട്ടുള്ളത്. ഇപ്പൊ ചെറിയ കാര്യങ്ങളാണ് നമ്മൾ പറയുന്നത്, എല്ലാം പറയാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഇത് നടക്കത്തില്ല. അതുകൊണ്ടാണ്. പക്ഷെ മലയാളത്തിൽ തന്നെ ഏതാണ്ട് എല്ലാ സംഗീത സംവിധായകരും ആ മാസ്മര ശബ്ദത്തെ പൂർണ്ണമായും പ്രയോജനപ്പെടുത്തിയിട്ടുണ്ട്. ബാബുരാജ് മുതൽ ദക്ഷിണാമൂർത്തി, സലിൽ ചൗധരി, അങ്ങനെ ആരെടുത്താലും ചെയ്തിട്ടുണ്ട്. പക്ഷെ ഇപ്പൊ ഇവിടെ ഋഷികേശ് സാർ പറഞ്ഞതുപോലെ
ഒരു കൗതുകകരമായ കാര്യം എന്ന് പറയുന്നത് ഏതാണ്ട് ഒരു സാറ് പറഞ്ഞ 50,000 പാട്ടുകളോളം 48-50 എന്നാണ് പറയുന്നത്. അത്രയും പാട്ടുകൾ ഇത്രയും ഭാഷകളിൽ പാടിയിട്ടുള്ള എസ് ജാനകി എന്ന ഗായിക ദേവരാജൻ മാസ്റ്റർക്ക് വേണ്ടി വെറും 42 പാട്ടുകളെ പാടിയിട്ടുള്ളൂ. അതൊരു വലിയ സാറ് പറഞ്ഞ പോലെ എന്തോ ആ ഒരു പ്രശ്നം കാരണമാണ്. അല്ലെങ്കിൽ 42 എന്നുള്ളത് ചിലപ്പോൾ 4200 അല്ല 420 ഒക്കെ ആവുമായിരുന്നു. അതിൽ തന്നെ നമുക്ക് അറിയാവുന്ന അല്ലെങ്കിൽ നമ്മൾ ഇപ്പോഴും പാടുന്ന മുറ്റത്തെ മുല്ലയിൽ മുക്കുറ്റി മുല്ലയിൽ അതൊരെണ്ണമുണ്ട്, മാനസ സാരസ മലർ മഞ്ജരിയിൽ അതുണ്ട്, ദേവകുമാര ദേവകുമാര, അങ്ങനെ നന്ദനവനിയിൽ ചിത്തിര പഞ്ചമി നാളിൽ, അങ്ങനെയുള്ള നല്ല മനോഹരമായ പാട്ടുകൾ എസ് ജാനകി കൊണ്ട് ദേവരാജ മാസ്റ്റർ പാടിയിട്ടുണ്ട്. പക്ഷെ കൂടുതൽ പാട്ടുകൾ നമുക്ക് അറിയാത്ത കുറെ അത്ര അധികം പോപ്പുലർ ആവാത്ത പാട്ടുകളാണ് ദേവരാജ മാസ്റ്റർക്ക് വേണ്ടി എസ് ജാനകി പാടിയിട്ടുള്ളതെന്ന് പറയാം. പക്ഷെ അത് അപ്പൊ തന്നെ വീണ്ടും ഒരു രസകരമായ കാര്യം എന്ന് പറഞ്ഞാൽ യേശുദാസും ജാനകിയുമായിട്ടുള്ള ആദ്യത്തെ യുഗ്മഗാനം അത് അന്ന എന്ന ചിത്രത്തില് അരുവി തേനരുവി അരുവി കരയിലെ ഇളവയിൽ കായും കുരുവീണ കുരുവി, ആ പാട്ട് അതും അതുപോലെ തന്നെ ജയചന്ദ്രനുമായിട്ടുള്ള ആദ്യ യുഗ്മഗാനം അത് കല്യാണ രാത്രികൾ എന്നുള്ള ചിത്രത്തിലാണ്. അല്ലിയാമ്പൽ പൂകളെ അർത്ഥനഗ്ന ഗാത്രികളെ, ഈ 2 യുഗ്മഗാനങ്ങൾ ദേവരാജ മാസ്റ്റർ പാട്ടുകളാണ് താനും. അപ്പൊ അങ്ങനെ ഒരു രസകരമായ കൗതുകകരമായ കാര്യങ്ങളും കൂടെ നമുക്ക് ഇതിനകത്ത് വായിക്കാൻ പറ്റും. അപ്പം സംഗീത സംവിധായകന്റെ സങ്കല്പങ്ങൾക്ക് അപ്പുറത്തേക്ക് ആ ഗാനത്തെ ഉയർത്താൻ കഴിവുള്ള ഗായികയാണ് എസ് ജാനകി. അപ്പൊ പുകഴേന്തി എന്നൊരു സംവിധായകൻ ഉണ്ടായി. കുറച്ച് ചിത്രങ്ങളെ മലയാളത്തിൽ ചെയ്തിട്ടുള്ളൂ, എങ്കിലും അദ്ദേഹം ചെയ്തിട്ടുള്ള ജാനകിയുടെ ഏറ്റവും മനോഹരമായ ഗാനങ്ങളിൽ ബാബുരാജിനോടൊപ്പം നിൽക്കുന്ന ഗാനങ്ങൾ ഒന്ന്, ലോകം മുഴുവൻ സുഖം പകരാനായി സ്നേഹദീപമേ മിഴി തുറക്കൂ. അപ്പൊ നമ്മൾ ആ പാട്ട് ജാനകി ഇങ്ങനെ പാടി കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ വേറെ ഒന്നുമില്ല, ആ ഒരു സ്നേഹദീപമേ മിഴി തുറക്കും, ഒരു പ്രത്യേക മതത്തിന് വേണ്ടി അല്ല ഒരു ഗാനം പോലും അല്ലാതെ ലോകം മുഴുവൻ സുഖം പകരാനായി സ്നേഹദീപമേ, അതെല്ലാവർക്കും സ്നേഹദീപം. അപ്പൊ ആ ഒരു ആർദ്രത ആ ശബ്ദത്തിൽ നമുക്ക് അനുഭവിക്കുന്നത്. ഗോപുരമുകളിൽ അതെല്ലാം പുകഴേന്തിയാണ്. അപ്പൊ പുകഴേന്തി തന്നെ പറഞ്ഞിരിക്കുന്ന ഒരു പാട്ട് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് കൊച്ചനീത്തി എന്ന ചിത്രത്തിൽ സുന്ദരരാവിൽ ചന്ദനമുകിലിൻ എന്നുള്ള പാട്ടില് അദ്ദേഹം പറഞ്ഞിരിക്കുന്ന അനുരാഗത്തിൻ ആദ്യ നൊമ്പരം. അപ്പൊ ആദ്യ എന്നൊരു 2 വാക്കിൽ ഇത്രയും പ്രണയം നിറച്ച് അദ്ദേഹം കേട്ടിട്ടേ ഇല്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അത്രമാത്രം പ്രണയാർദ്രമായിട്ടാണ് ആദ്യ അനുരാഗത്തിന്റെ ആദ്യ നൊമ്പരം എന്ന് അത് പറഞ്ഞു. അതുപോലെ തന്നെയാണ് എ.ടി. ഉമറിനും ഒരു ഉദാഹരണം അദ്ദേഹം പറയുന്നുണ്ട്. സൂത്രക്കാരി എന്ന ചിത്രത്തിൽ ഒരു പാട്ടുണ്ട്, ഏകാന്തതയിലൊരാത്മാവ് മാത്രം. അപ്പൊ അതിന്റെ റെക്കോർഡിംഗ് സമയത്ത് ജാനകി ഇങ്ങോട്ട് ചോദിക്കുകയാണ്, ഞാൻ ആ ഏകാന്തത എന്നുള്ള പാട്ട് ആ ഒരു വരി ഒന്ന് കുറച്ചും കൂടെ ഭാവത്തിൽ പാടിക്കോട്ടെ എന്ന് ചോദിക്കുമ്പം എ.ടി. ഉമറിന് 100% സമ്മതമാണ്. ഓക്കെ, അങ്ങനെ. അപ്പൊ പാടിയപ്പോൾ ഒരു ദീർഘനിശ്വാസവും കൂടെ കൊടുത്തിട്ടാണ് ആ പല്ലവി റിപ്പീറ്റ് വരുമ്പോൾ ജാനകി അത് അവതരിപ്പിച്ചത്, ഏകാന്തത. അപ്പൊ അത് എ.ടി. ഉമറിന്റെ തന്നെ സ്വന്തം ഒരു വാക്കുകളിൽ പറഞ്ഞാൽ ആ കൺസോളിലിരുന്ന് അദ്ദേഹം കോരിത്തരിച്ചു പോയി എന്നാണ് പറയുന്നത്. അത്രമാത്രം ഭാവ രീതിയിലാണ്, അത്രമാത്രം ഭാവാർദ്രമായിട്ടാണ്. ഇപ്പൊ നമ്മൾ പറയുമ്പോൾ എസ് ജാനകി എന്ന ഗായിക ഓർമ്മയാവുമ്പോൾ ഓരോ സംഗീത ആസ്വാദകന്റെയും മനസ്സിലും ഒരു സ്വന്തം വീട്ടിലൊരാൾ വിട പറയുന്ന വേദനയാണ് നമുക്കുണ്ടാകുന്നത്. അപ്പൊ നമ്മുടെ ജീവിതവുമായി അത്രമേൽ ഇഴചേർന്ന ഒരു സംഗീത ജീവിതം അപൂർവമാണ്. അപ്പൊ നമുക്ക് അങ്ങനെ സംഗീതമാണ് കലകളിലെ ഏറ്റവും രാജാവ് സംഗീതമാണെന്ന് പറയുന്നത്. സംഗീതകാരന്മാർ നഷ്ടപ്പെടുമ്പോൾ ഉണ്ടാകുന്ന വേദന കൂടുതലായിരിക്കും എന്നുള്ളത് കൊണ്ട് തന്നെയാണ്. നമുക്ക് അറിയാം, ഒരു അടുത്ത ദിവസത്തെ റെക്കോർഡിങ് ഫിക്സ് ചെയ്ത ഉറങ്ങാൻ കിടന്ന ഗായകൻ മുഹമ്മദ് റാഫി അടുത്ത ദിവസം ഉണർന്നില്ല. അതുപോലെ തന്നെയാണ് കോവിഡിന്റെ ഇതിൽ ഒരു രക്ഷപ്പെടുമെന്ന് വിചാരിച്ച് നമ്മളെല്ലാം കാത്തിരുന്ന SPBയെ നമുക്ക് നഷ്ടപ്പെട്ടത്. അതുപോലെയാണ് ഇപ്പം സംഗീത 89 വയസ്സായി എന്ന് പറയുന്നത്. എന്നാൽ തന്നെ അവർ വിട്ടു പോകുമ്പോൾ നമ്മുടെ മനസ്സിൽ ഒരു വേദന, സ്വന്തം വീട്ടിലെ ഒരു ബന്ധു മരിച്ചു എന്ന് തോന്നുന്ന ഒരു വേദനയാണ് വരുന്നത്. അത്രമാത്രം മലയാളി മനസ്സുകളെ കീഴ്പ്പെടുത്തിയ ഒരു ശബ്ദം, നമ്മുടെ എല്ലാ വികാരങ്ങളിലും കൂടെ എസ് ജാനകി എന്ന ഗായികയുടെ ശബ്ദം ഉണ്ടായിരുന്നു. കുസൃതിയിലാണെങ്കിലും പ്രണയത്തിലാണെങ്കിലും വിരഹത്തിലാണെങ്കിലും എല്ലാത്തിനും ഉണ്ടായിരുന്നു. അപ്പം മലയാളി മനസ്സുകളിൽ നിന്ന് എസ് ജാനകി എന്ന ഗായികയെ കവർന്നെടുക്കാൻ
ഒരു മരണത്തിന് പോലും കഴിയില്ല എന്ന സത്യം ഓർമ്മിപ്പിച്ചുകൊണ്ട് ആ മഹാഗായികയ്ക്ക് മുന്നിൽ ആദരാഞ്ജലി അർപ്പിക്കുന്നു. സാർ, ഇതൊന്നും പറഞ്ഞ കേട്ടില്ലായിരുന്നു സാർ? ഹലോ, കേട്ടു, എല്ലാവരും കേട്ടു. അല്ല, ഞാൻ പിന്നെ ഒരു മനോജ് സാറിനൊന്നും കാണുന്നില്ല. മനോജ് ഡോക്ടറെ നെറ്റ് അത് ശരി. ഓക്കെ, അപ്പൊ കുഴപ്പമില്ല. ഞാൻ പെട്ടെന്ന് കേട്ടപ്പോ വേറെ ഒന്നും കാണുന്നില്ല. നമുക്ക് അബ്ദുൽ ഗഫൂർ സാറിലോട്ട് പോവാം. ശരി സാർ. അല്ല, സാർ കൺക്ലൂഡ് ചെയ്തായിരുന്നോ? കൺക്ലൂഡ് ചെയ്തു, അദ്ദേഹം കൺക്ലൂഡ് ചെയ്തു അല്ലേ സാറേ? ചെയ്തു സാർ. ഗഫൂർ സാറിലോട്ട്. ഓക്കെ, അപ്പൊ എല്ലാവർക്കും നമസ്കാരം. നമുക്ക് എനിക്ക് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാല് അമ്മയുടെ വിയോഗശേഷം ഇത്രയും പെട്ടെന്ന് ഒരു അനുസ്മരണം വെച്ചത് IFPH ആണെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. അതുകൊണ്ട് തന്നെ അതിന്റെ എല്ലാ സംഘാടകർക്കും അഭിനന്ദനങ്ങൾ അറിയിക്കുകയാണ്. ഞാനിപ്പോ പാടാനുള്ള പാട്ട് പാടാം. കുറച്ച് പേര് ഒക്കെ പെൻഡിങ് ഉള്ളത് കൊണ്ട് ഞാൻ പെട്ടെന്ന് ഒരു പാട്ട് പാടാം. ഞാൻ പാടാൻ ഉദ്ദേശിക്കുന്നത് സന്ധ്യ എന്ന ചിത്രത്തിന് വേണ്ടി വയലാർ രചിച്ച് ബാബുരാജ് സംഗീതം നൽകി യേശുദാസും എസ് ജാനകിയും കൂടി ചേർന്ന പാടിയ പാട്ടാണ്. ഹസ്തമന കടലിനകലെ അകലെ അകലെ അജ്ഞാത ദ്വീപിലെ അരയന്നങ്ങളെ തിരമാലകളെ ആരുദൂതിനയച്ചു നിങ്ങളെ ആരുദൂതിനയച്ചു. ഹസ്തമന കടലിനകലെ അകലെ അകലെ അജ്ഞാത ദ്വീപിലെ അരയന്നങ്ങളെ തിരമാലകളെ ആരുദൂതിനയച്ചു നിങ്ങളെ ആരുദൂതിനയച്ചു. പാർവണ ചന്ദ്രിക പകലിരുന്നുറങ്ങും പഞ്ചലോഹ മേടയിലേ പാർവണ ചന്ദ്രിക പകലിരുന്നുറങ്ങും പഞ്ചലോഹ മേടയിലേ അനുരാഗ വിവശയാം ഏതോ നായിക അയച്ചതാവാമവരെ അനുരാഗ വിവശയാം ഏതോ നായിക അയച്ചതാവാമവരെ അയച്ചതാവാമവരെ. ഹസ്തമന കടലിനകലെ അകലെ അകലെ അജ്ഞാത ദ്വീപിലെ അരയന്നങ്ങളെ തിരമാലകളെ ആരുദൂതിനയച്ചു നിങ്ങളെ ആരുദൂതിനയച്ചു. പറഞ്ഞാലും തീരാത്ത പ്രേമരഹസ്യം കരയുടെ കാതിൽ പറയും അവർ. പറഞ്ഞാലും തീരാത്ത പ്രേമരഹസ്യം കരയുടെ കാതിൽ പറയും. തിരയുടെ വെള്ള പളുങ്കുതാളിൽ തിരയുടെ വെള്ള പളുങ്കുതാളിൽ തീരം മറുപടി എഴുതും തീരം മറുപടി എഴുതും. ഹസ്തമന കടലിനകലെ അകലെ അകലെ അജ്ഞാത ദ്വീപിലെ അരയന്നങ്ങളെ തിരമാലകളെ ആരുദൂതിനയച്ചു നിങ്ങളെ ആരുദൂതിനയച്ചു. താങ്ക് യു. വളരെ നന്ദി സാർ. ഇനി അടുത്തതായിട്ട് ഡോക്ടർ ഗോപകുമാർ ക്ഷണിക്കുന്നു. ഡോക്ടർ ഗോപകുമാർ.
കേക്കാമോ? കേൾക്കാം. കേൾക്കാം കേൾക്കാം. ജാനകി അമ്മയുടെ ഓർമ്മകൾക്ക് മുന്നിൽ പ്രണാമം അർപ്പിക്കുന്നു. രവീന്ദ്രൻ, ബിച്ചു തിരുമല, ജാനകി അമ്മ ടീമിന്റെ തേനും വയമ്പും എന്ന ഒരു ഗാനം അമ്മയുടെ ഓർമ്മകൾക്ക് മുമ്പിൽ. തേനും വയമ്പും നാവിൽ തൂവും വാനമ്പാടി, തേനും വയമ്പും നാവിൽ തൂവും വാനമ്പാടി, രാഗം ശ്രീരാഗം പാടൂ നീ വീണ്ടും 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 വീണ്ടും, തേനും വയമ്പും നാവിൽ തൂവും വാനമ്പാടി. മാനത്തെ ശിങ്കാരത്തോപ്പിൽ ഒരു ഞാലിപ്പൂവൻ പഴത്തോട്ടം, മാനത്തെ ശിങ്കാരത്തോപ്പിൽ ഒരു ഞാലിപ്പൂവൻ പഴത്തോട്ടം, കാലത്തും വൈകിട്ടും പൂമ്പാളത്തേനുണ്ണാനാ വാഴത്തോട്ടത്തിൽ നീയും പോരുന്നു, തേനും വയമ്പും നാവിൽ തൂവും വാനമ്പാടി. നീലക്കൊടുവേലി പൂത്തു ദൂരെ നീലഗിരിക്കുന്നിന്മേലെ, മഞ്ഞിൻ പൂവേലിക്കൽ കൂടി കൊച്ചു വണ്ണാത്തിപ്പുള്ളുകൾ പാടി, താളം പിടിക്കുന്ന വാലാട്ടിപ്പക്ഷിക്ക് താലി കെട്ടിന്നല്ലേ നീയും കൂടുന്നു, തേനും വയമ്പും നാവിൽ തൂവും വാനമ്പാടി, രാഗം ശ്രീരാഗം പാടൂ നീ വീണ്ടും 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 വീണ്ടും, തേനും വയമ്പും നാവിൽ തൂവും വാനമ്പാടി. താങ്ക് യു. വളരെ മനോഹരമായി പാടൂ വീണ്ടും വീണ്ടും എന്ന് തന്നെ പറയാൻ തോന്നുന്നു. അത്ര മനോഹരമായ ഡോക്ടർ ഗോപകുമാർ പാടി. അതോടൊപ്പം തന്നെ രവീന്ദ്ര മാസ്റ്ററെ നമുക്ക് മറക്കാൻ കഴിയില്ല. അത്ര ഉജ്ജ്വലമായ സംഗീതമാണ് ഈ ഗാനം നൽകിയിരിക്കുന്നത്. വളരെ നന്ദി. അടുത്ത ഡോക്ടർ വിനീത. ഡോക്ടർ വിനീത അൺമ്യൂട്ട് ചെയ്യാമോ? സർ കേൾക്കാമോ? കേൾക്കാം. ജാനകി അമ്മയുടെ ഓർമ്മകൾക്ക് മുമ്പിൽ പ്രണാമം അർപ്പിച്ചുകൊണ്ട് കൂടെ ഇവിടെ എന്ന ചിത്രത്തില് ONV കുറുപ്പ് സാറിന്റെ വരികൾക്ക് ജാനകി അമ്മ പാടിയ പാട്ടാണ്. ആടിവാ കാറ്റേ പാടിവാ കാറ്റേ ആയിരം പൂക്കൾ നുള്ളിവാ, അന്തിപ്പൂമാനം പൊന്നൂഞ്ഞാലാട്ടും മന്ദാര പൂക്കൾ നുള്ളിവാ, കാണാ തിരുമുറിവുകളിൽ തൂകും കുളിരമൃതായി, തിരുമുറിവുകളിൽ തൂകും കുളിരമൃതായി, കരളിൽ നിറയും കളരവമായി പൂങ്കാറ്റേ ലാലാലാ, ആടിവാ കാറ്റേ പാടിവാ കാറ്റേ ആയിരം പൂക്കൾ നുള്ളിവാ, അന്തിപ്പൂമാനം പൊന്നൂഞ്ഞാലാട്ടും മന്ദാര പൂക്കൾ നുള്ളിവാ, ചെല്ലക്കുറിഞ്ഞി പൂത്തു ഇല്ലിക്കാടും പൂവിട്ടു, ആയിരം വർണ്ണജാലം ആടിപ്പാടും വേള, ആരു പാടും താരാട്ടിന്നീണം ഏറ്റുപാടും സ്നേഹദേവദൂതികേ വരൂ
നീ വരൂ. ആടിവാ കാറ്റേ പാടിവാ കാറ്റേ ആയിരം പൂക്കൾ നുള്ളിവാ. അന്തിപ്പൂമാനം പൊന്നൂഞ്ഞാലാട്ടും മന്ദാരപ്പൂക്കൾ നുള്ളിവാ. ഉണ്ണിക്കിനാവിൻ ചുണ്ടിൽ പൊന്നും തേനും ചാലിച്ചു. ആരുടെ ദൂതുമായി ആടും മേഘമഞ്ജലിൽ. ആരെ തേടി വന്നണഞ്ഞു നീ ആടിമാസക്കാറ്റെ. ദേവദൂതർ പാടും ഈ വഴി ഈ വഴി. ആടിവാ കാറ്റേ പാടിവാ കാറ്റേ ആയിരം പൂക്കൾ നുള്ളിവാ. അന്തിപ്പൂമാനം പൊന്നൂഞ്ഞാലാട്ടും മന്ദാരപ്പൂക്കൾ നുള്ളിവാ. കാണാത്തിരുമുറിവുകളിൽ തൂകും കുളിരമൃതായി. തിരുമുറിവുകളിൽ തൂകും കുളിരമൃതായി. കരളിൽ നിറയും കളരവമായി പൂങ്കാറ്റേ ലാലാലാ. വളരെ നന്ദി. ONVയുടെ ഭാവനയെ മനോഹരമായി അവതരിപ്പിക്കാൻ ഡോക്ടർ വിനീതയ്ക്ക് കഴിഞ്ഞു. വളരെ നന്ദി. അടുത്ത ഡോക്ടർ ലീല. പേര് ലീല എന്നാണെങ്കിലും ജാനകിയുടെ ശബ്ദമായിട്ടുള്ള സാമ്യമുണ്ട് എനിക്ക് തോന്നിയ വ്യക്തിയാണ്. ഡോക്ടർ ലീല അൺമ്യൂട്ട് ചെയ്യുമോ? വന്നു താമസ്. നമസ്കാരം. കേൾക്കാമോ? കേൾക്കാം കേൾക്കാം. ഞാൻ എനിക്ക് ജാനകിയമ്മയെ പറ്റി ഈ ഇവിടെ സംസാരിക്കാനായിട്ട് എനിക്കൊരു അവസരം തന്ന എൻ്റെ ക്ലാസ്മേറ്റ് കൂടിയായ ഡോക്ടർ മനോജ് എന്നോട് ആദ്യം നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ ഇവിടെ എൻ്റെ 2 വാക്കുകൾ പറയാം. എസ് ജാനകി എന്ന് പറഞ്ഞാൽ നമ്മുടെ എല്ലാവരുടെയും മനസ്സിൽ പ്രിയങ്കരയായ ഒരു ഗായികയാണ്. ഒരു സംഗീത വിസ്മയവും എന്ന് പറയും. അവർക്ക് എനിക്ക് ആദരാഞ്ജലി നേരാൻ കഴിഞ്ഞതിൽ ഒരുപാട് സന്തോഷിക്കുന്നു. എനിക്ക് ഇങ്ങനെ ഒരു അവസരം തന്നു. കാരണം ഞാൻ അത്രയേറെ ഇഷ്ടപ്പെടുന്ന ഒരു ഗായികയാണ്. അവരുടെ അവതരണ ശൈലി, പാട്ടിനോടുള്ള ആ സ്നേഹം, അവരുടെ ഡെഡിക്കേഷൻ, അത് എനിക്ക് ഏറ്റവും വലിയ ഒരു പിന്തുണ എനിക്ക് തന്നിട്ടുണ്ട്. ഓരോ വാക്കുകളിലും അവരുടെ ഓരോ ഭാവം, എല്ലാ ഭാവങ്ങളും, എല്ലാ വികാരങ്ങൾ എക്സ്പ്രസ് ചെയ്യാൻ ഇത്രയും കഴിവുള്ള ഒരു ഗായിക വേറെ ഇല്ലെന്ന് തന്നെ പറയും. അത്രയ്ക്ക് ഒരു സ്നേഹമായാലും പ്രണയം, സൗഹൃദം, പിന്നെ അതുപോലെ തന്നെ മാതൃത്വം, ഇതെല്ലാം എക്സ്പ്രസ് ചെയ്യാൻ ഇത്രയും നല്ല, അതിലുപരി അവരുടെ ആ വാക്ക് ശബ്ദമാധുര്യം അത് ആർക്കും കിട്ടിയിട്ടില്ല. അതേ ഒരു പ്രത്യേക സ്റ്റൈലാണ് അവരുടെ പാട്ടുകൾ. പിന്നെ അവരെ പറ്റി പറയുകയാണെങ്കിൽ കൊച്ചു കുഞ്ഞുങ്ങളുടെ പാട്ടുകൾ, ഇപ്പൊ നിറച്ച് എന്ന് പറഞ്ഞൊരു പാട്ടുണ്ട്. അതൊക്കെ എന്ന് പറഞ്ഞാൽ അതിന്റെ ഇടയ്ക്കുള്ള ചിരി, ആ ചിരിയൊക്കെ എത്ര പെർഫെക്റ്റ് ആയിട്ടാണ് അവർ പാടുന്നത്. ആ ചിരിയൊക്കെ എന്ന് പറഞ്ഞാൽ അതുപോലെ തന്നെ പിന്നെ യക്ഷിയുടെ പാട്ട് ഒരെണ്ണമുണ്ട്, അങ്ങനെയുള്ള ഒരു പാട്ട്. ആ പാട്ടിനകത്തും ഇടയ്ക്കൊരു ചിരി. ആ ചിരിയൊക്കെ എന്ന് പറഞ്ഞാൽ KS ചിത്രയായിട്ടൊരു അഭിമുഖം ഉണ്ടായിരുന്നു ഇടയ്ക്ക്. അപ്പൊ KS ചിത്ര പറയുമ്പോഴത്തേക്കും എനിക്ക് ഇങ്ങനെ ചിരിക്കാൻ പറ്റത്തില്ല. ജാനകിയമ്മ വന്നിട്ട് എത്ര ഈസി ആയിട്ട് പല പല ടോണിലുള്ള ചിരികൾ അവർക്ക്, ഇത് കേട്ട് ചിത്ര ഭയങ്കര ചിരിയായിരുന്നു. അപ്പോ ഇവർക്ക് അതുപോലെ ഇവരുടെ ടോണുകളെല്ലാം കറക്റ്റ് ആയിട്ട് ആ പിന്നെ ഒരു സന്ദർഭത്തിനനുസരിച്ച് ഉള്ള ടോൺ, അതൊക്കെ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. ജാനകിയമ്മയ്ക്ക് പകരം അങ്ങനെ ആരുമില്ല. അത്രയ്ക്ക് ഉള്ള ജാനകിയമ്മയ്ക്ക് എൻ്റെ എല്ലാ പ്രണാമവും ഞാൻ നേരുന്നു. അവരുടെ ഒരു പാട്ട്, എനിക്ക് വരികൾ അത്ര ഇതല്ല, എന്നാലും ഞാൻ ആദ്യമായിട്ട് പാടുന്ന പാട്ടാണ്. ഞാനൊരു പാട്ട് പാടാം. ഡോക്ടറെ
കേക്കുന്നില്ല കേട്ടോ. കുറച്ചുകൂടെ അടുത്തൊന്ന് പറഞ്ഞോ. ആ, ഫോൺ അടുത്തോട്ട് വിളിച്ച് പാടി നോക്കൂ. ഉം. ഇങ്ങനെ നോക്കാം. ഇപ്പൊ കേൾക്കാമോ? കേക്കാം ആ, കേക്കാം. പറഞ്ഞ കേക്കാം. ഒറ്റ ക്ലിക്കായിരുന്നു, പക്ഷെ പാടുമ്പോ കുറച്ച് അടുപ്പിച്ചു. കറണ്ടുപോയി. നിദ്ര തന്നീരാഴി നീന്തി കടന്നു സ്വപ്നത്തിൽ കളിയോടും കെട്ടി കളിയോടും മെല്ലെ തുഴഞ്ഞു ഞാൻ മറ്റാരും കാണാത്ത കരയിൽ ചെന്നെത്തി കാണാത്ത കരയിൽ ചെന്നെത്തി ഏഴു നിലയമാടത്തിട്ട് വേഴാമ്പൽ പോലെയിരുന്നു രാജകുമാരനെ കാണാൻ നിദ്ര തന്നീരാളി. കറണ്ട് ഇല്ലാതെ കാരണം അക്ഷരങ്ങളൊന്നും കാണുന്നില്ല. വെള്ളാരം കല്ലു പേറുക്കി ഞാനിന്നൊരു വെണ്ണക്കൽ കൊട്ടാരം കെട്ടി ഏഴു നിലയുള്ള എമ്പാടത്തിട്ടില്ല വേഴാമ്പൽ പോലെയിരുന്നു രാജകുമാരനെ കാണാൻ നിദ്ര തന്നീരാഴി നീന്തി കടന്നപ്പോൾ സ്വപ്നത്തിൻ കളിയോടും കെട്ടി ഏതോ മരച്ചോട്ടിൽ വേണുവായിട്ടാണ് രാജകുമാരനെ കാണാൻ വേഴാമ്പൽ പോലെയിരുന്നു ചിന്തുന്ന കണ്ണീരിൽ പാറത്തെ മാലെ ചന്ദ്രകാൽ വട്ടാലു ചാർത്തി ചന്ദ്രകാന്തൽ കൈലു ചാർത്തി നിദ്ര തന്നീരാഴി നീന്തി കടന്നപ്പോൾ സ്വപ്നത്തിൽ കളിയോടം കെട്ടി കളിയോടം മെല്ലെ തുഴഞ്ഞു ഞാൻ മറ്റാരും കാണാത്ത കരയിൽ ചെന്നെത്തി കാണാത്ത കരയിൽ ചെന്നെത്തി കാണാത്ത കരയിൽ ചെന്നെത്തി കാണാത്ത കരയിൽ ചെന്നെത്തി. താങ്ക് യു. വളരെ നന്ദി, നന്നായിട്ട് പാടി ഡോക്ടർ ലീല. നന്ദി. അടുത്തായിട്ട് ശ്രീ ഹാഷിം അലി, അൺമ്യൂട്ട് ചെയ്യാമോ? അൺമ്യൂട്ട് ചെയ്ത് കേൾക്കാമോ? കേൾക്കാം. ഓക്കെ. ഞാൻ കുറച്ച് വൈകിപ്പോയി. എന്റെ ബ്രദറിലോ ഡോക്ടർ ഷഫീഖ്, അദ്ദേഹത്തിന്റെ വൈഫ് ഡോക്ടർ പേര് മീന ഒക്കെ എന്നോട് അത്ര വലിയ സിംഗറൊന്നും അല്ലെങ്കിലും പാട്ടിനോടുള്ള എന്റെ പാഷൻ ഒക്കെ കണ്ടിട്ട് ഇതിൽ പങ്കെടുക്കണം. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പങ്കെടുത്തിരുന്നു. പിന്നെ ഹോമിയോപ്പതി ഒരു ഭയങ്കര ഒരു ഫാനാണ്. കാരണം വെച്ചാൽ ഇത് ഒരുപാട് പ്രൊമോട്ട് ചെയ്ത് മുന്നോട്ട് വരേണ്ടതാണെന്ന് വിശ്വസിക്കുക. ഞാൻ എന്നാർക്കുന്ന രീതിയിലൊക്കെ അതിന് പിന്നെ പ്രചരിപ്പിക്കുന്നുമുണ്ട്. എന്തായാലും അധികം വൈകിപ്പിക്കുന്നില്ല. ഞാൻ എൻ്റെ ബ്രദറിനോട് നിർദ്ദേശിച്ചപ്പോൾ ഞാൻ കരോക്കെ ഇട്ട് പാടാൻ ശ്രമിക്കുകയാണ്. എനിക്ക് തെറ്റുന്നുണ്ടെങ്കിൽ ക്ഷമിക്കണം കേട്ടോ. ഞാൻ പാടാൻ ഉദ്ദേശിക്കുന്നത് തുലാവർഷം എന്ന സിനിമയിൽ ജാനകിയമ്മ പാടിയ ചോല്ലു കൃഷ്ണൻകുട്ടി സാർ രചിച്ച് നമ്മുടെ സലിൽ ചൗധരി സാറിന്റെ സംഗീതത്തിൽ പാടിയ സോങ് എന്നെ വല്ലാതെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരു സോങ്ങാണ്. സ്വപ്നാടനം ഞാൻ തുടരുന്നു. ഓക്കെ.
സാധാരണ കരോക്കെ ഇട്ടാ കേൾക്കാറില്ല സാർ, അതുകൊണ്ട്. കേൾക്കാമോ? ഇല്ല, കേൾക്കുന്നില്ല. റൂമിലെ കരാക്കെ മാത്രം പിടിക്കൂല. കരാക്കെ കിട്ടത്തില്ലെന്ന് തോന്നുന്നു. ഞാൻ തുടരുന്നു എന്റെ സ്വപ്നാടനം ആ, കേൾക്കാൻ പറ്റുന്നില്ല. നമുക്ക് കരയൊക്കെ ഓഫ് ചെയ്തിട്ട് കേൾക്കാൻ പറ്റുന്നില്ല. ആ കരയൊക്കെ ഓഫ് ചെയ്തിട്ട് പാടിയാ മതിയേ. ആ, ഓക്കെ, ഞാൻ പാടാം. അത് മതി. മൈക്കിലൂടെ പാടും, മൈക്കിലൂടെ പാടിക്കും. ഓക്കെ, ശരി. കരാക്കെ കിട്ടത്തില്ല. ഓക്കെ, ഓക്കെ. അപ്പൊ ഞാൻ ഇവിടെ പാടാം. ഹലോ, കേൾക്കാമോ? കേൾക്കാം. സ്വപ്നാടനം ഞാൻ തുടരുന്നു എന്റെ സ്വപ്നാടനം ഞാൻ തുടരുന്നു. വിട തന്നാലും വിട തന്നാലും എന്റെ വിരഹ ദുഃഖ സ്മരണകളെ സ്മരണകളെ സ്വപ്നാടനം ഞാൻ തുടരുന്നു. വീടരും മുൻപേ കോഴിയുന്നു രാഗം, വിരതൊടു മുൻപേ വിതുമ്പുന്നു, അടുക്കും മുൻപേ അകലുന്നു മോഹം, ഉണരും മുൻപേ ഇരിക്കുന്നു എന്നിൽ, ഉണരും മുൻപേ ഇരിക്കുന്നു. സ്വപ്നാടനം ഞാൻ തുടരുന്നു എന്റെ സ്വപ്നാടനം ഞാൻ തുടരുന്നു. ഇട തന്നാലും ഇട തന്നാലും എന്റെ വിരഹ ദുഃഖ സ്മരണകളെ സ്മരണകളെ സ്വപ്നാടനം ഞാൻ തുടരുന്നു. തനിച്ചിരിക്കുമ്പോൾ മിഴി പൊത്തുന്നു, തിരിഞ്ഞു നോക്കുമ്പോൾ പറയുന്നു, എങ്കിലും ഒരു നോക്കൂ കാണാൻ കൊതിച്ചെന്റെ സങ്കല്പ നടനം തരുന്നു. എന്റെ മൗന സംഗീതം തുടരുന്നു. സ്വപ്നാടനം ഞാൻ തുടരുന്നു എന്റെ സ്വപ്നാടനം ഞാൻ തുടരുന്നു. ഇട തന്നാലും ഇട തന്നാലും എന്റെ വിരഹ ദുഃഖ സ്മരണകളെ സ്മരണകളെ സ്വപ്നാടനം ഞാൻ തുടരുന്നു. താങ്ക് യു, താങ്ക് യു. വളരെ നന്നായിട്ട് പാടി. സംശയിക്കും പോലെ നല്ലൊരു പാട്ടുകാരൻ തന്നെയാണ്. അടുത്ത ഡോക്ടർ സുനിൽകുമാർ. താങ്ക് യു. ഡോക്ടർ സുനിൽകുമാർ. സാറേ കേൾക്കാൻ പറ്റുന്നില്ല. സാറിന്റെ ചുണ്ട് അനങ്ങുന്നുണ്ട്, പക്ഷെ പാട്ട് കേൾക്കുന്നില്ലല്ലോ. ആ സാറിന്റെ സാറൊന്ന് എന്തെങ്കിലും ഒന്ന് പറഞ്ഞു സാറേ. ശബ്ദം കേൾക്കാൻ പറ്റുന്നില്ലല്ലോ. അല്ല, ഇപ്പൊ എന്താ പറ്റി? സാറിന്റെ നെറ്റ് പോയെന്നോ? കേൾക്കാമോ സാറേ? ഇപ്പൊ കേൾക്കാം. ഓക്കെ, ഓക്കെ. നെറ്റ് കുറവാണ്, അപ്പൊ അതുകൊണ്ടാണെന്ന് തോന്നുന്നു. വീഡിയോ ഇല്ലാതെ പാടാം. അപ്പൊ ഞാന് ഓക്കെ സാർ. ഞാന് ജാനകിയമ്മ പാടിയ പാട്ടല്ല, ഞാൻ യേശുദാസ് പാടിയ ഒരു പഴയ പാട്ട് പാടാം. ജാനകിയമ്മയുടെ പാട്ട് എനിക്ക് അത്ര അറിയത്തില്ല. ഇന്നലെ മയങ്ങുമ്പോ ഒരു മണിക്കിനാവിൻ്റെ പൊന്നിൻ ചിലമ്പൊലി കേട്ടു
കേട്ടുണർന്നു. ഇന്നലെ മയങ്ങുമ്പോൾ ഒരു മണിക്കിനാവിൻ്റെ പൊന്നിൻ ചിലമ്പോലി കേട്ടുണർന്നു. ഇന്നലെ മയങ്ങുമ്പോൾ ഒരു മണിക്കിനാവിൻ്റെ പൊന്നിൻ ചിലമ്പോലി കേട്ടുണർന്നു. മാധവ മാസത്തിൽ ആദ്യം വിരിയുന്ന മാധവ മാസത്തിൽ ആദ്യം വിരിയുന്ന മാതളപ്പൂമൊട്ടിൻ മണം പോലെ ഓർക്കാതിരുന്നപ്പോൾ ഒരുങ്ങാതിരുന്നപ്പോൾ ഓർക്കാതിരുന്നപ്പോൾ ഒരുങ്ങാതിരുന്നപ്പോൾ ഓമനെ നീ എൻ്റെ അരികിൽ വന്നു. ഓമനെ നീ എൻ്റെ അരികിൽ വന്നു. ഇന്നലെ മയങ്ങുമ്പോൾ ഒരു മണിക്കിനാവിൻ്റെ പൊന്നിൻ ചിലമ്പൊലി കേട്ടുണർന്നു. പൗർണമി സന്ധ്യതൻ പാലാഴി നീന്തി വരും വിണ്ണിലെ വെൺമുകിൽ കൊടി പോലെ. പൗർണമി സന്ധ്യതൻ പാലാഴി നീന്തി വരും വിണ്ണിലെ വെൺമുകിൽ കൊടി പോലെ. തങ്കക്കിനാവിങ്കൽ ഏതോ സ്മരണതൻ തങ്കക്കിനാവിങ്കൽ ഏതോ സ്മരണതൻ തമ്പുരു ശ്രുതി മീട്ടി നീ വന്നു. തമ്പുരു ശ്രുതി മീട്ടി നീ വന്നു. ഇന്നലെ മയങ്ങുമ്പോൾ ഒരു മണിക്കിനാവിൻ്റെ പൊന്നിൻ ചിലമ്പൊലി കേട്ടുണർന്നു. വാനത്തിനിരുളിൽ വഴിതെറ്റി വന്നു ചേർന്ന വാസന്ത ചന്ദ്രലേഖ എന്ന പോലെ. വാനത്തിനിരുളിൽ വഴിതെറ്റി വന്നു ചേർന്ന വാസന്ത ചന്ദ്രലേഖ എന്ന പോലെ. മൂടുപടമണിഞ്ഞ മൂകസങ്കൽപ്പം പോലെ. മൂടുപടമണിഞ്ഞ മൂകസങ്കൽപ്പം പോലെ മാടി വിളിക്കാതെ നീ വന്നു. മാടി വിളിക്കാതെ നീ വന്നു. ഇന്നലെ മയങ്ങുമ്പോൾ ഒരു മണിക്കിനാവിൻ്റെ പൊന്നിൻ ചിലമ്പൊലി കേട്ടുണർന്നു. താങ്ക് യു സാർ. അത് ഹാഷിർ അലി സാറെ മോള് ജോയിൻ ചെയ്തിട്ടുണ്ടോ? മറിയം അലി ഉണ്ടോ? അല്ല, മറിയത്തിന് നല്ല ജലദോഷമായിട്ട് അവളൊന്ന് ലീവ് എടുത്തിരിക്കുകയായിരുന്നു. ശരി സാർ. ഓക്കെ ഓക്കെ സോറി ഓക്കെ ശരി. തീർച്ചയായിട്ടും സാറേ ഓക്കെ ഓക്കെ നമുക്ക് ചന്ദ്രമോഹൻ ഡോക്ടറെ വിളിക്കാം. അത് കഴിഞ്ഞ് ഇല്ല, അവസാനിപ്പിക്കാം. അജിത് പ്രദീപ് ഡോക്ടർ നേരത്തെ ഒന്ന് ഹാൻഡ് റൈസ് ചെയ്തിരുന്നു. പാട്ട് പാടാനാണോ എന്തോ? ചന്ദ്രമോഹൻ ഡോക്ടറെ അൺമ്യൂട്ട് ചെയ്യാമോ? ചന്ദ്രമോഹൻ ഡോക്ടറെ ഉണ്ടോ? ഡോക്ടർ ഉണ്ടോ? ഡോക്ടറെ ഹിബർട്ട് ഡോക്ടർ ഒരു പാട്ട് പാടുന്നു. ഒരാളിനെ വിളിക്കുകയല്ലേ ഡോക്ടറെ? എന്താ നോക്കട്ടെ.
ഡോക്ടർ നല്ലൊരു പാട്ടുകാരനാണ്, സ്ഥിരം പങ്കെടുക്കുന്ന ആളാണ്. അതുകൊണ്ട് വിളിച്ചതേ ഉള്ളൂ, റെസ്പോണ്ട് ചെയ്യുന്നില്ല. അപ്പൊ ഹ്യൂബ ഡോക്ടറെ വിളിച്ചിട്ട് വൈൻഡപ്പ് ചെയ്യാം. ഹ്യൂബ ഡോക്ടറെ, ഡോക്ടർ ഹ്യൂബർട്ട് ഉണ്ടോ? അൺമ്യൂട്ട് ചെയ്യാമോ? ഹ്യൂബ ഡോക്ടർ ഇല്ലല്ലോ, ഉണ്ടോ? ഉണ്ടായിരുന്നു, ഇപ്പൊ കാണുന്നില്ലല്ലോ. അതാണ് കാര്യം. അപ്പൊ നമുക്ക് പരിപാടി അവസാനിപ്പിക്കാം. അങ്ങനെയാണെങ്കിൽ ഷാലു രാജനെ നന്ദി പറയാൻ ക്ഷണിക്കും. ഷാലു രാജൻ. ഓക്കെ ഡോക്ടർ, ഓക്കെ. ഗുഡ് ഈവനിങ് ഓൾ. ISPHന്റെ ഡെയിലി മലയാള വെബിനാറിന്റെ 2145 ദിവസത്തിന്റെ സമാപനത്തിലേക്കാണ് നമ്മൾ എത്തിച്ചേർന്നിരിക്കുന്നത്. ഇന്ന് നമ്മുടെ മലയാളത്തിന്റെ അനശ്വര ഗായികയായിട്ടുള്ള ജാനകി അമ്മയെ അനുസ്മരിച്ചുകൊണ്ടുള്ള പ്രത്യേക ദിന പരിപാടിയായിരുന്നു. ഇന്ന് ഈ അനുസ്മരണ പരിപാടിയിൽ പങ്കെടുത്ത ഓരോരുത്തർക്കുമുള്ള നന്ദി പ്രകാശനം നടത്തുകയാണ്. ആദ്യം തന്നെ നന്ദി അർപ്പിക്കുന്നത് ഇന്നത്തെ ഈ അനുസ്മരണ യോഗത്തിൽ ഈശ്വര പ്രാർത്ഥന നടത്തിയ ഡോക്ടർ ഷൈല മാഡത്തെയാണ്. മാഡത്തോടുള്ള നന്ദി ഈ അവസരത്തിൽ അറിയിക്കുന്നു. അടുത്തതായിട്ട് ഈ അനുസ്മരണ യോഗം ഉദ്ഘാടനം ചെയ്യാനായിട്ട് എത്തിച്ചേർന്നത് റിട്ടയർഡ് പ്രൊഫസറായിട്ടുള്ള ശശിധരൻ സാറാണ്. ജാനകി അമ്മയുടെ കൂടെ പാടിയ സമയത്തെ അനുഭവങ്ങളൊക്കെ സാറ് പങ്കുവയ്ക്കുകയുണ്ടായി. നമ്മുടെ ക്ഷണം സ്വീകരിച്ച് ഈ വെബിനാറിൽ വരികയും ഈ അനുസ്മരണ യോഗം ഉദ്ഘാടനം ചെയ്യുകയും ചെയ്ത ശശിധരൻ സാറിനോടുള്ള കൃതജ്ഞതയും നന്ദിയും ഈ അവസരത്തിൽ അറിയിക്കുകയാണ്. അതുപോലെ തന്നെ ഇന്നത്തെ ഈ വെബിനാറിൽ അനുസ്മരണ സന്ദേശം നൽകിയ നാടക സംഗീത സംവിധായകൻ ശ്രീ ആലപ്പി ഋഷികേശ് സാർ, അതുപോലെ ശ്രീ ബിജു പെരുമ്പഴ സാർ എന്നിവരോടുള്ള നന്ദിയും സ്നേഹവും ഈ അവസരത്തിൽ അറിയിക്കുന്നു. അടുത്തതായിട്ട് നമ്മുടെ പ്രിയങ്കരിയായ ജാനകി അമ്മയെ അനുസ്മരിച്ചുകൊണ്ട് മനോഹരമായിട്ടുള്ള ഗാനങ്ങൾ ആലപിച്ച ഡോക്ടർ അബ്ദുൽ ഗഫൂർ സാർ, അതുപോലെ ഡോക്ടർ ഗോപകുമാർ സാർ, ഡോക്ടർ വിനീത മാം, ഡോക്ടർ ലീല മാം, ഡോക്ടർ ഹാഷിർ അലി സാർ, ഡോക്ടർ സുനിൽകുമാർ സാർ എന്നിവരോടുള്ള നന്ദിയും സ്നേഹവും ഈ അവസരത്തിൽ അറിയിക്കുകയാണ്. അതുപോലെ തന്നെ ഇന്നത്തെ ഈ യോഗം വളരെ മനോഹരമായിട്ട് മോഡറേറ്റ് ചെയ്ത നമുക്ക് എത്രയും പ്രിയങ്കരനായിട്ടുള്ള ഡോക്ടർ മനോജ് സാർ, അദ്ദേഹത്തോടുള്ള നന്ദി അവസരത്തിൽ അറിയിക്കുന്നു. അതുപോലെ തന്നെ ഈ ഒരു അനുസ്മരണ യോഗത്തിൽ വന്ന് ഈ ഒരു വെബിനാർ മനോഹരമാക്കിയിട്ടുള്ള ഹോമിയോപ്പതി ലവേഴ്സ്, അതുപോലെ ഹോമിയോപ്പതി ഡോക്ടേഴ്സ്, ഹോമിയോപ്പതി വിദ്യാർത്ഥികൾ എല്ലാവരോടുമുള്ള നന്ദിയും സ്നേഹവും ഈ അവസരത്തിൽ അറിയിക്കുന്നു. നന്ദി. ഇതോടെ നമ്മുടെ കേക്കാം, പറയൂ. അല്ല പറഞ്ഞു തീർന്നല്ലോ. ഓക്കെ ശരി. എന്തായാലും ദൈവസഹായിച്ച് കറണ്ട് പോയെങ്കിലും പരിപാടി ഭംഗിയായി നടന്നു. ഈ പരിപാടിയിൽ പങ്കെടുത്ത എല്ലാവർക്കും ഒരിക്കലും നന്ദി പറഞ്ഞുകൊണ്ട് നാളെ ഇതേ സമയം വീണ്ടും കാണാവുന്ന ശുഭപ്രതീക്ഷയോടെ ശുഭരാത്രി നേരുന്നു. നമസ്കാരം.